തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, കരുണയുള്ളവരാകാം. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് കരുണ. കാരുണ്യം വറ്റിപ്പോകുമ്പോഴാണ് ദൈവമനുഷ്യ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത്. ദൈവം എപ്പോഴും നമ്മളോട് കാരുണ്യം പ്രദർശിപ്പിക്കുന്നു. ഈ കാരുണ്യം സഹജീവികളോട് നമ്മൾ പ്രദർശിപ്പിക്കാതിരിക്കുമ്പോൾ ദൈവവും മനുഷ്യ ബന്ധം നമ്മൾ മുറിക്കുകയാണ്. ദൈവത്തോടുള്ള നിൻ്റെ ബന്ധം എത്രമാത്രം ആഴമുള്ളതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ സഹജീവികളോട് നിൻ്റെ ഉള്ളിൽ എത്രമാത്രം കാരുണ്യമുണ്ട് എന്ന് നീ പരിശോധിച്ചാൽ മതി. വഴിയരികിൽ കിടന്ന സമരിയാക്കാരനെ തിരിച്ചറിയാതെ പോയ പുരോഹിതനും ലേവിയാനും അവർ ദൈവീയ കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നുവെങ്കിലും ദൈവവുമായുള്ള ബന്ധത്തിൽ വളരെ അകലെയായിരുന്നു. എന്നാൽ സമരിയാക്കാരൻ മുറിവേറ്റ് കിടന്നവനെ നോക്കി അലിവും കാരുണ്യവും പ്രദർശിച്ചപ്പോൾ അവൻ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഒരു പാലമായിട്ട് മാറി. അനുദിന ജീവിതത്തിൽ നമുക്ക് കരുണയുള്ളവരാകാം. ചുറ്റുപാടുകളിൽ കാണുന്ന വ്യക്തിബന്ധങ്ങളിലും അവസ്ഥകളിലും കാരുണ്യം പ്രദർശിപ്പിക്കുന്നവരാകാം. കരുണ ദൈവത്തിൻ്റെ ഭാവമാണ്. അത് മനുഷ്യഹൃദയങ്ങളിൽ അവൻ കെടാതെ കൊണ്ടു നടന്നാൽ ദൈവമനുഷ്യ ബന്ധം എപ്പോഴും നിലനിർത്താൻ അവന് സാധിക്കും. നിൻ്റെ ഉള്ളിലെ കരുണ വറ്റിപ്പോകാതിരിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഒപ്പം ആ കാരുണ്യത്തിൽ വളരുവാൻ ചുറ്റുമുള്ളവരെ നോക്കി കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക. ഇന്ന് ചുറ്റുപാടുകളിൽ അവൻ ചെയ്യേണ്ട കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാതെ സ്വാർത്ഥതയ്ക്ക് മനുഷ്യൻ അടിമപ്പെടുന്നത് കൊണ്ടാണ് ദൈവമനുഷ്യ ബന്ധം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ദൈവമനുഷ്യ ബന്ധം നഷ്ടപ്പെടുമ്പോൾ അവൻ ലോകത്തിന് ഭീഷണിയായിട്ട് മാറും. ഉള്ളിൽ കരുണയുള്ളവന് മാത്രമേ ലോകത്തെ രക്ഷിക്കാനാവൂ. കാരണം കരുണയാലാണ് ക്രിസ്തു ലോകത്തെ രക്ഷിച്ചത്. നമ്മളെയും മറ്റുള്ളവരെയും രക്ഷിക്കുവാൻ നമുക്ക് കരുണയുള്ളവരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.